ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ടാലൻറ്റിൻ്റെ ഓൺലൈൻ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ മലയാളം കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പാഠഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ടെസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കയ്യിൽ ടെസ്റ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ടെസ്റ്റ് നമുക്ക് കാണാം. യൂണിറ്റ് എന്താണ്? ഫസ്റ്റ് യൂണിറ്റ് ഇനി ഞാൻ ഉണർന്നിരിക്കാം. യൂണിറ്റിൻ്റെ പേരെന്താണ്? ഇനി ഞാൻ ഉണർന്നിരിക്കാം. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ശ്രമിക്കാം. നിങ്ങളെല്ലാവരും കൊച്ചു കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾ ഒന്നാം ക്ലാസ്, 2ാം ക്ലാസ്, 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ്സിൽ എത്തും. അപ്പോൾ നിങ്ങൾ 8ാം ക്ലാസ്സിൽ എത്തുന്നത് വരെയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയതും നിങ്ങൾക്ക് വേണ്ടി ഉണർന്നിരുന്നതും ആരാണ് ഉണർന്നിരുന്നത്? നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉണർന്നിരുന്നത് ആരാണ്? നിങ്ങളുടെ അച്ഛനും അമ്മയും അല്ലേ? അപ്പോൾ അച്ഛനും അമ്മയ്ക്കും നിങ്ങളുടെ ഓരോ കാര്യം, നിങ്ങളുടെ ഉയർച്ചയിൽ വളരെയധികം ത്യാഗപൂർണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്? നിങ്ങളുടെ അച്ഛനും അല്ലേ? അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കുറേ നാൾ കഴിയും, നിങ്ങൾ പഠിച്ച് നിങ്ങളൊരു ജോലിയൊക്കെ വാങ്ങിച്ച് നിങ്ങൾ നല്ല മിടുക്കരായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ എന്തെങ്കിലും വയസ്സാണ് അല്ലേ? വാർദ്ധക്യത്തിലേക്ക് എത്തിച്ചേരും. അപ്പോൾ വാർദ്ധക്യത്തിലേക്ക് എത്തിച്ചേരുന്ന ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ അച്ഛനമ്മ എന്ത് ചെയ്യണം? നമ്മൾ തള്ളിക്കളയണം. അത് നമ്മുടെ അച്ഛനമ്മയെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കും. അത് നമ്മുടെ അച്ഛനമ്മയും കണ്ടില്ല എന്നല്ല, ഒരിക്കലും. നമ്മളെന്ത് ചെയ്യും? നമ്മുടെ അച്ഛനമ്മയും നമ്മൾ നല്ല രീതിയിൽ നമ്മൾ സംരക്ഷിക്കും അല്ലേ? സംരക്ഷിച്ചില്ല എങ്കിൽ എന്താണ്? തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് നാളുകൾ കഴിയുമ്പോഴേക്കും നമുക്ക് അതൊക്കെ ഓർമ്മിച്ച് എന്ത് ചെയ്യേണ്ടി വരും? ഭയങ്കരമായിട്ട് പശ്ചാത്തപിക്കേണ്ടി, സങ്കടപ്പെടേണ്ടി. അപ്പോൾ ഇതാണ് ഈ യൂണിറ്റ്. ഇനി ഞാൻ ഉണർന്നിരിക്കാം. അപ്പോൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മുടെ അച്ഛനും അമ്മയും കുറേ നാളുകൾ കഴിയുമ്പോൾ അവർ വാർദ്ധക്യത്തിലേക്ക് എത്തിച്ചേരും. ആ വാർദ്ധക്യത്തിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? നമുക്കൊരിക്കലും നമ്മൾ അവരെ എന്ത് ചെയ്യരുത്? അവർ കൈയൊഴിയരുത്. നമ്മൾ അവരെ എന്ത് ചെയ്യണം? നമ്മൾ നമ്മോട് ചേർത്ത് നിർത്തണം. അവർക്ക് താങ്ങും തണലുമായി മാറും. ഇനി നിങ്ങൾ യൂണിറ്റുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പത്രവാർത്തയുണ്ട്. നിങ്ങൾ ടെസ്റ്റിൽ നോക്കണം. യൂണിറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു പത്രവാർത്ത കൊടുത്തിട്ടുണ്ട്. പത്രവാർത്ത എന്താണ്? വാർദ്ധക്യത്തിന് താങ്ങും തണലുമായി സ്കൂൾ വിദ്യാർത്ഥികൾ. വാർദ്ധക്യത്തിന് താങ്ങും തണലുമായി സ്കൂൾ വിദ്യാർത്ഥികൾ. അതിനകത്ത് നിങ്ങൾ നന്നായിട്ട് ആ പാഠഭാഗം വായിച്ചു നോക്കണം. ആ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, പറമ്പിൽ എന്ന് പറയുന്ന പറമ്പിൽ LP സ്കൂളിലെ കുറച്ച് വിദ്യാർത്ഥികൾ, കുറച്ച് കുട്ടികൾ LP സ്കൂൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, 4ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ. ആ പറമ്പിൽ LP സ്കൂളിലെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നു? അവരൊരു വൃദ്ധസദനം. ആ വൃദ്ധസദനം ചെന്ന് കഴിഞ്ഞിട്ട് ആ വൃദ്ധസദനത്തിലുള്ള ഓരോ ആൾക്കാരെയും കുട്ടികൾക്കൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെന്ത് ചെയ്തു? സംരംഭത്തിൽ തുടക്കം വെച്ചു. അവരെ സഹായിക്കാൻ വേണ്ടി ആരും ഉണ്ടായിരുന്നു? കുറേ അധ്യാപകരുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ മനോരമയിലൊക്കെ നല്ല പാഠത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാണാറുണ്ട്. അധ്യാപകർ കോർഡിനേറ്ററായിട്ടുണ്ട്, കുട്ടികളെ കൊണ്ട് നല്ല ഒരുപാട് കാര്യങ്ങൾ അല്ലേ? അപ്പോൾ വാർദ്ധക്യത്തിന് താങ്ങും തണലുമായി മാറി പറമ്പിൽ LP സ്കൂളിൽ കിട്ടും. ആ കുട്ടികൾ എന്ത് ചെയ്തു? കുട്ടികൾ മനസ്സിലാക്കിയ കാര്യം, ഒരിക്കലും വാർദ്ധക്യത്തിലെത്തിയവരെ എന്ത് ചെയ്യരുത്? തള്ളിക്കളയേണ്ടതല്ല. അവരെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തണം. തങ്ങൾക്ക് ഒരുപാട് ഉപദേശങ്ങളും അതുപോലെ തന്നെ അറിവുകളും പകർന്നു തരാൻ ആർക്ക് കഴിയും? ഈ വാർദ്ധക്യത്തിലെത്തിയവർക്ക് കഴിയും. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്തു? വാർദ്ധക്യത്തിലെത്തിയവരെ തള്ളിക്കളയാതെ അവരെ നമ്മോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് നല്ലൊരു മാതൃക നമുക്ക് കാണിച്ചു തരികയാണ് പറമ്പിൽ LP സ്കൂളിലെ കുട്ടികൾ. ഇനി അടുത്ത എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ വീട്ടിൻ്റെ ഉയർച്ചയ്ക്കും അതുപോലെ തന്നെ ഐശ്വര്യത്തിനൊക്കെ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നവരാണ് നമ്മുടെ അച്ഛനമ്മ. ഈ അച്ഛനമ്മയുടെ പ്രയത്നഫലം കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു നിലയിലേക്ക് എത്തിച്ചേരുന്നത്. ആ നിലയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒരിക്കലും നമ്മൾ ആരെ മറക്കാൻ പാടില്ല? നമ്മൾ ഒരിക്കലും നമ്മുടെ അച്ഛനമ്മയെ മറക്കാൻ പാടില്ല അല്ലേ? അതുപോലെ തന്നെ അച്ഛനമ്മയ്ക്ക് തുല്യരായിട്ടുള്ള മറ്റുള്ളവരെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും നമ്മൾ അവരെ മറന്നു കളയണം. നമ്മൾ എപ്പോഴും അവർക്കൊരു കൈത്താങ്ങായിട്ട് അവരുടെ കൂടെ ഉണ്ടാകണം. ഈ ഒരു ലക്ഷ്യം നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ യൂണിറ്റിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്ന പാഠഭാഗങ്ങളാണ് ആദ്യത്തെ യൂണിറ്റ്. നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന പാഠഭാഗം സാന്ദ്രസൗധം. രാമപുരത്ത് വാര്യർ, നമുക്കറിയാം, കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന കൃതിയിലൂടെ നമ്മുടെ എല്ലാ മനസ്സിലേക്ക് കയറിക്കൂടിയ ആളാണ് രാമപുരത്ത് വാര്യർ. രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ ഒരു ഭാഗമാണ് നമ്മൾ സാന്ദ്രസൗഹൃദം എന്ന പേരിൽ പരിചയപ്പെടുന്നത്. ആ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില പ്രധാന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് നമുക്ക് സംസാരിക്കാം. ഇതിനകത്ത് 2 കഥാപാത്രങ്ങളാണ്, കൃഷ്ണനും കുചേലനും. കുചേലൻ്റെ ആദ്യത്തെ പേര് സുധാമാവെന്ന്. 2 പേര് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലെ വിദ്യാർത്ഥികളായിരുന്നു. ഇനി വിദ്യാർത്ഥികളായിരുന്നു. അപ്പോൾ ആ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ താമസിക്കുന്ന സമയത്ത് കുറേ സംഭവങ്ങൾ ഓർത്ത് കൃഷ്ണൻ ആരോട് പറയുന്നതായിട്ടാണ്? കുചേലനോട് പറയുന്ന രീതിയിലാണ് പാഠം. ഇനി ഈ പാഠഭാഗം എഴുതാൻ കുറച്ച് കാരണങ്ങൾ. നമ്മുടെ രാമപുരത്ത് വാര്യർ കുചേലവൃത്തം വഞ്ചിപ്പാട്ട്
കൃതി എഴുതി. അതിനു മുമ്പായിട്ട് ഒരിക്കൽ എന്ത് ചെയ്തു, വലിയ ഒരു ദരിദ്രമായിട്ടുള്ള ഒരു ഇല്ലത്തിലെ ഒരു കഥാപാത്രമാണ് ആര്, വാര്യർ. അദ്ദേഹത്തിന് ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവർത്തിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ എന്ത് ചെയ്തു, വാര്യർ എവിടെ വന്നു, വൈക്കം ക്ഷേത്രത്തിൽ വന്ന സമയത്ത് എന്ത് ചെയ്തു, അവിടെ ദർശനത്തിന് വേണ്ടിയിട്ട് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അവിടെ വന്നു. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വരുന്ന സമയത്ത് കുറേ ശ്ലോകങ്ങൾ വാര്യർ ചൊല്ലി. ചൊല്ലുന്ന ശ്ലോകങ്ങളുടെ കൂട്ടത്തിൽ ഒരു ശ്ലോകം തന്നെ കുചേലനായിട്ടും, തന്നെ എന്ന് പറഞ്ഞാൽ വാര്യർ, രാമപുരത്ത് വാര്യരെ കുചേലനായിട്ടും മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ ശ്രീകൃഷ്ണനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് തൻ്റെ ദാരിദ്ര്യത്വത്തെക്കുറിച്ചൊക്കെ ഒരു ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞു. ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് മാർത്താണ്ഡവർമ്മ തിരുവനന്തപുരത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് വഞ്ചിയിൽ കയറി. രാജാവിനെ യാത്രയാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടെ വാര്യരും ചെന്നു. വഞ്ചിയിലേക്ക് കയറി കഴിഞ്ഞ സമയത്ത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ആരെ ക്ഷണിക്കുന്നു, രാമപുരത്ത് വാര്യരെ തന്നോടൊപ്പം വരാൻ ക്ഷണിക്കുന്നു. രാജാവിൻ്റെ ആഗ്രഹപ്രകാരം വാര്യരും എന്തെയ്യുന്നു, ആ വഞ്ചിയിൽ കയറി. വഞ്ചി മുന്നോട്ട് പോകുന്ന സമയത്ത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഒരു വഞ്ചിപ്പാട്ട് രചിക്കാൻ രാമപുരത്ത് വാര്യരോട് ആവശ്യപ്പെടുന്ന സമയത്ത് വാര്യർ ബുദ്ധിപൂർവ്വം തൻ്റെ ദാരിദ്ര്യ ദുഃഖത്തെ എന്ത് ചെയ്തു, വർണ്ണിച്ച് കുചേലൻ്റെ ജീവിതാവസ്ഥയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിക്കുന്നു. ഈ കൃതി വഞ്ചിപ്പാട്ട് കേട്ട് കഴിഞ്ഞ സമയത്ത് തന്നെ ബുദ്ധിമാനായ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് കാര്യങ്ങൾ മനസ്സിലായി. തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നു. വളരെ കാലം രാമപുരത്ത് വാര്യർ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ആശ്രിതനായിട്ട് കഴിഞ്ഞു. കുറേ നാളുകൾ കഴിഞ്ഞ് തൻ്റെ സ്വദേശത്തേക്ക് മടങ്ങുന്ന സമയത്ത് രാജാവ് മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് താമസിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കെട്ടിടവും കുറേ വസ്തുവകകളും, അതായത് അദ്ദേഹത്തിന് നിത്യച്ചെലവിന് വേണ്ടിയിട്ട് കുറേ വസ്തുവകകളും രാജാവ് ആർക്കായിട്ട് വിട്ടുകൊടുക്കുന്നു, നമ്മുടെ രാമപുരത്ത് വാര്യർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നു. ഇതാണ് രാമപുരത്ത് വാര്യർ ഈ കൃതി എഴുതുന്നതിന് മുന്നോടിയായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ള കാര്യം. ഇനി നമ്മൾ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്. പാഠഭാഗത്തിൻ്റെ പേര് സാന്ദ്ര സൗഹൃദം. സൗഹൃദം എന്ന് പറയാൻ നിങ്ങൾ പറയാം. നമ്മൾ സ്കൂളുകളിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട് അല്ലേ, ഒരുപാട് കൂട്ടുകാരുണ്ട്. ഒരുപാട് കൂട്ടുകാരുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെയധികം അടുപ്പമുള്ള ചില കുട്ടികൾ, നിങ്ങൾക്ക് മാനസികമായിട്ട് വളരെ അടുപ്പമുണ്ട്. നമ്മൾ എന്ത് കാര്യവും തുറന്നു പറയുന്ന, നമ്മുടെയൊക്കെ വിജയത്തിന് വേണ്ടി എപ്പോഴും പരിശ്രമിക്കുന്ന അങ്ങനെയുള്ള ചില സൗഹൃദങ്ങൾ നമുക്കുണ്ടാകും. ഭയങ്കരമായ ഒരു ഗാഢമായ സാന്ദ്ര സൗഹൃദം എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിലുള്ള ഒരു സൗഹൃദത്തെയാണ് ഈ പേര് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ശീർഷകത്തിന് എപ്പോഴും പാഠഭാഗമായിട്ട് ബന്ധമുണ്ടാകും അല്ലേ. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വില്യം ഷേക്സ്പിയർ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്, പാഠഭാഗത്തിന് കൊടുക്കുന്ന ശീർഷകം എപ്പോഴും ആ പാഠഭാഗത്തിൻ്റെ ആശയമായിട്ട് എന്ത് ചെയ്യണം, മുന്നിട്ട് നിൽക്കണം. ആ പാഠഭാഗത്തിൻ്റെ തലക്കെട്ട്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ ആ പാഠഭാഗം വായിക്കാനും ആസ്വദിക്കാനും ഒക്കെ ഉള്ളൊരു ശേഷി ആരിലുണ്ടാവണം, നമ്മളെപ്പോലുള്ള ആസ്വാദകർക്കുണ്ടാകും, നമ്മളെപ്പോലുള്ള വായനക്കാർക്കുണ്ടാകും. ഇതാണ് സാന്ദ്ര സൗഹൃദം. സാന്ദ്ര സൗഹൃദം വളരെ ആഴത്തിലുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ കൂട്ടും. ഇനി പാഠഭാഗത്തിലെ കഥാപാത്രങ്ങളാണ് കൃഷ്ണനും കുചേലനും. നിങ്ങൾക്കറിയാം, കൃഷ്ണനും കുചേലനും രണ്ടുപേരും സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ സാന്ദീപനി മഹർഷിയാണ് ഗുരുവിൻ്റെ ആശ്രമത്തിൽ ഉള്ള ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ കൂട്ടത്തിൽ രണ്ട് വിദ്യാർത്ഥികളാണ് ആരൊക്കെ, കുചേലനും ശ്രീകൃഷ്ണനും. വളരെ, അതായത് നമുക്ക് ഒരിടത്തും കാണാൻ കഴിയാത്ത ആഴത്തിലുള്ളൊരു സൗഹൃദം ആ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ച് കൃഷ്ണനും കുചേലനും ഉണ്ടാകും. അവർ മഹർഷിയുടെ ആശ്രമത്തിൽ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ആശ്രമത്തിൽ കഴിഞ്ഞു കൊടുക്കുന്നു. ഗുരുവിനെ അച്ഛനെ പോലെയും ഗുരുപത്നിയെ അമ്മയെ പോലെയും കണ്ട് അവിടെയുള്ള ചെറിയ ജോലികളൊക്കെ ചെയ്ത് അവരിങ്ങനെ കഴിയുന്ന അവസരത്തിൽ ഒരു ദിവസം ഗുരുപത്നിയുടെ ആജ്ഞ അനുസരിച്ച് ശിഷ്യന്മാരെല്ലാവരും കൂടി എന്ത് ചെയ്തു, കാട്ടിന് വിറകൊടിക്കാൻ വേണ്ടി പോകും. എല്ലാവരും കൂടെ ചേർന്ന്, അപ്പോൾ ഗുരുപത്നിയുടെ വാക്കുകളെ ഗുരുവിന് തുല്യമായിട്ടാണ് അന്നുള്ള കുട്ടികൾ കാണും. എല്ലാവരും കൂടെ എന്ത് ചെയ്തു, കാട്ടിലേക്ക് പോകും. ഭയങ്കരമായ കാടാണ്. കാടവർക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല. കുറച്ച് ഇടയ്ക്ക് 2-3 പ്രാവശ്യമൊക്കെ പോയിട്ടുള്ള പരിചയം മാത്രമേ ഇവർക്കുള്ളൂ. അവർ കാട്ടിനകത്തേക്ക് കടക്കുന്നു. കാട്ടിനകത്ത് കടന്ന് എന്ത് ചെയ്യും, എല്ലാവരും കൂടി ചേർന്ന് എന്ത് ചെയ്യും, വിറകൊക്കെ കെട്ടിയൊക്കെ വയ്ക്കും. ഈ കെട്ടിയൊക്കെ വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, പ്രതീക്ഷിക്കാത്ത ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കൊടുങ്കാറ്റും മഴയൊക്കെ ഉണ്ടാകും. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല, അപ്രതീക്ഷിതമായിട്ട് എന്ത് ചെയ്യുന്നു, ഭയങ്കരമായിട്ടുള്ള ഒരു കൊടുങ്കാറ്റും ഭയങ്കരമായിട്ടുള്ളൊരു പേമാരിയും. നിങ്ങൾക്കറിയാം, കാട്ടിൽ ഇഷ്ടംപോലെ വൃക്ഷങ്ങളുണ്ട്. വൃക്ഷങ്ങൾ ധാരാളമായിട്ട് കൂടി നിൽക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് ഇരുട്ടുകയാണ്, ഭയങ്കരമായി.
കുട്ടികൾക്ക് ആകെ ഭയമായി. അവരെന്ത് ചെയ്തു, അവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, ഊഹിച്ച് ഒരു ഊഹം വെച്ചിട്ട് എല്ലാവരും എന്ത് ചെയ്തു, ഒരുമിച്ച് അവർ കൈകളൊക്കെ കോർത്ത് പിടിച്ചു. അപ്പോൾ അവർ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കാട്ടി പോകുന്നത് കൊണ്ട് അവിടെ എന്ത് ചെയ്തു, അവിടെ ഒരു ഗുഹയുള്ളതായിട്ട് അവർ എന്താണ് എങ്ങനെയൊക്കെ മനസ്സിലാക്കി എല്ലാവരും കൂടെ തട്ടിപ്പിടിച്ച് ഗുഹാ ഗുഹയ്ക്ക് അവർ കയറി. അപ്പോൾ എന്ത് ചെയ്യുക, അവർക്ക് മനസ്സിലായി ഇനി എന്ത് ചെയ്യില്ല, ഇന്ന് എന്തായാലും മഴ തോന്നില്ല, അത്രയ്ക്ക് ശക്തമായ മഴയാണ്. ആ രാത്രി മുഴുവൻ അവരെന്ത് ചെയ്തു, ആ ഗുഹയ്ക്കകത്ത് കഴിഞ്ഞു. ആ ഗുഹയ്ക്കകത്ത് ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായ പേടിയുണ്ട്. അതായത് ഗുരുവിന് ഭയങ്കരമായിട്ട് ഭയങ്കര ദേഷ്യക്കാരനാണ്. ഗുരുവിന് എന്ത് ചെയ്യും, ഗുരുവിന് ഗുരുവിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവുമെന്ന് അറിഞ്ഞില്ല. പേടിച്ച് വരച്ച് അവരെല്ലാവരും എന്ത് ചെയ്തു, അവരെല്ലാവരും ആ ഗുഹയ്ക്കെത്തി. അപ്പോൾ കുറേ സമയം, ഇപ്പം നേരം വെളുക്കുന്നതുവരെ ശക്തമായ മഴ തുടരുക തന്നെ ചെയ്യും. അപ്പോൾ നേരം വെളുക്കാറായി. അപ്പോൾ മഴയൊക്കെ ശ്രമിച്ചു. പെട്ടെന്ന് എന്ത് ചെയ്തു, സൂര്യനൊക്കെ ഉദിച്ചു. അപ്പോൾ സൂര്യനൊക്കെ ഉദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് പേടിയുണ്ടാവും. ഈ സമയത്ത് വേറൊരു സംഭവം ഉണ്ടായി. സന്ധ്യയ്ക്ക് എന്ത് ചെയ്തു, ഗുരു ആശ്രമത്തിൽ വന്ന ഉടൻ തന്നെ എന്ത് ചെയ്തു, ഗുരുവൈദ്യനോട് കുട്ടികളെ അന്വേഷിച്ചു. കുട്ടികളെ അന്വേഷിച്ചപ്പോഴാണ് ഗുരുവൈദ്യനിൽ നിന്ന് ഏത് വിവരം അറിഞ്ഞിരിക്കുന്നത്, കുട്ടികളിങ്ങനെ കാട്ടിപ്പോയിരിക്കുകയാണ്, കുട്ടികൾ ഇതുവരെ മടങ്ങി കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാം, പെട്ടെന്ന് തന്നെ ഗുരുവിന് എന്ത് ചെയ്തു, ഗുരുവിന് തൻ്റെ മക്കളോടെന്നുള്ളൊരു സ്നേഹമുള്ള വ്യക്തിയാണ്. പെട്ടെന്ന് ഗുരുവിന് ഭയങ്കരമായ ദേഷ്യം വന്നു. അങ്ങനെ വല്ല വിധേന എന്ത് ചെയ്തു, ആ രാത്രി കഴിച്ചു. ഉള്ളിൽ ഭയങ്കരമായ ദുഃഖം ആർക്കുണ്ട്, ഗുരുവിന്. എങ്ങനെ വല്ല വിധേന ആ രാത്രി കഴിച്ചു. ആ രാത്രി കഴിച്ചു കൂട്ടിയ ഉടൻ തന്നെ, നേരം വെളുത്ത ഉടൻ തന്നെ എന്ത് ചെയ്തു, ഗുരു ആരെ അന്വേഷിച്ച്, ശിഷ്യന്മാരെ അന്വേഷിച്ച് കാട്ടിലേക്ക്. അപ്പോൾ ഈ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ശിഷ്യന്മാർ വറകൊക്കെ ഒടിച്ച് വെച്ച് ആശ്രമത്തിലേക്ക് വരുന്നതിന് വേണ്ടി റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇവർ വരാൻ വേണ്ടി റെഡിയായിരിക്കുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്തു, നോക്കിയപ്പോഴാണ് ദൂരേന്ന് ആര് വരുന്നത് കണ്ടു, ഗുരു വരുന്നത് കണ്ട ഉടൻ തന്നെ എന്ത് ചെയ്തു, ശിഷ്യന്മാരാകെപ്പാട് പേടിച്ച് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് യാതൊരു ഒന്നും അറിഞ്ഞുകൂടെ, എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത്. പെട്ടെന്ന് എന്ത് ചെയ്തു, ഈ ശിഷ്യന്മാരെല്ലാവരും കൂടെ എന്ത് ചെയ്തു, വിറക് കെട്ടി എടുത്തുകൊണ്ട് ഓടി വന്നിട്ട് ഗുരുവിൻ്റെ കാൽക്കൽ വീണുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി ഗുരു എന്ത് ചെയ്തു, എല്ലാവരെയും പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് എല്ലാവരെയും ഗുരു എന്ത് ചെയ്യണം, അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഈ പാഠഭാഗം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ പദ്യഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, നമുക്ക് നന്മ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഗുരുവിൻ്റെ കടാക്ഷം കൂടാതെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ജന്മസാഫല്യം, നമ്മൾ ജീവിതത്തിൽ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ആരുടെ അനുഗ്രഹം ഉണ്ടാവണം, ഗുരുവിൻ്റെ അനുഗ്രഹം. ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ, ജനിച്ചാൽ ആർക്കും ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, ജീവിതത്തിൽ ജന്മസാഫല്യം ഉണ്ടാവണമെങ്കിൽ, നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം നമുക്കുണ്ടാവണം, അല്ലേ? മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും, മാതാപിതാ ഗുരു ദൈവം, ഇവരെ ദൈവത്തെ പോലെ കാണുകയും ഇവരോട് നമുക്ക് വളരെ ആദരവും ബഹുമാനത്തോടു കൂടിയും നമ്മളെന്താണ് പെരുമാറിയാൽ നമുക്ക് ജീവിതത്തിൽ ഉറപ്പായിട്ടും വിജയം ഉണ്ടാവും, അല്ലേ? ഈ ഒരു വരികൾ പറഞ്ഞുകൊണ്ടാണ് ഈ കഥാഭാഗം അവസാനം. ഇതാണ് നമുക്ക് ഈ കഥയെക്കുറിച്ചുള്ള, ഈ പാഠഭാഗത്തെക്കുറിച്ചുള്ള കഥ. പിന്നെ നമ്മൾ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്. വഞ്ചിപ്പാട്ടാണ്. നിങ്ങൾക്കറിയാം, വഞ്ചി തുഴയുന്ന സമയത്ത് തുഴ എന്ത് ചെയ്യും, തുഴ വെള്ളത്തിലേക്ക് താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യും, അല്ലേ? തുഴ എന്ന് നിങ്ങൾക്കറിയാം, വഞ്ചി തുഴയാൻ ഉപയോഗിക്കും. അതെന്ത് ചെയ്യും, വെള്ളത്തിലേക്ക് താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യും. അപ്പോൾ വഞ്ചിയിൽ പോകുന്ന സമയത്ത് ആ തുഴ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്ന താളത്തിനനുസരിച്ചാണ് വഞ്ചിപ്പാട്ട് എഴുതിയത്. കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. ഈ വഞ്ചിപ്പാട്ട് നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ കലോത്സവങ്ങൾ, നമ്മുടെ സ്കൂൾ വചനോത്സവങ്ങളിലൊക്കെ ഒരു മത്സര ഇനമാണ് വഞ്ചിപ്പാട്ട്. ആ വഞ്ചിപ്പാട്ടിനായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ ഈ ഒരു ഒറ്റ കൃതി കൊണ്ടുവന്നു കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന ഒറ്റ കൃതിയിലൂടെ മലയാളികളുടെ എല്ലാ മനസ്സിൽ എന്താണ് സ്ഥാനം പിടിച്ച ഒരു കവിയാണ് രാമപുരത്ത് വാര്യർ. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. നിങ്ങൾ ടെസ്റ്റ് എടുത്തോളാം. ഞാൻ ആ പാഠഭാഗത്തിൽ നമുക്ക് നാല് വരികൾ ചൊല്ലിയതിനു ശേഷം അതിൻ്റെ ആശയം ഞാൻ പറഞ്ഞുതരാം. സാന്ദ്ര സൗഹൃദം. എഴുതിയ ആള് രാമപുരത്ത് വാര്യർ. കൃതിയുടെ പേര് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. ആഴത്തിലുള്ള സൗഹൃദത്തെയാണ് എന്ത് പറയുന്നത്, സാന്ദ്ര സൗഹൃദം. അപ്പോൾ ആരൊക്കെ തമ്മിലാണ് ഈ സൗഹൃദം? ഇവിടെ കുചേലനും കൃഷ്ണനും തമ്മിലുള്ള വളരെ ഗാഢമായ, അതായത് വളരെ ആഴത്തിലുള്ള ഒരു കൂട്ടുകെട്ടിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന പാഠഭാഗമായതുകൊണ്ടാണ് ഈ പാഠഭാഗത്തിന് ഏത് പേര് കൊടുത്തത്, സാന്ദ്ര സൗഹൃദം. അപ്പോൾ ശീർഷകത്തിന്റെ ഔചിത്യം ചോദിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എഴുതാനുണ്ട്, സാന്ദ്ര സൗഹൃദം. അപ്പൊ ആദ്യത്തെ 4 പേര്. സന്ദീപനി ഗൃഹേ പണ്ട് സാഹസാൽ കഴിഞ്ഞതും നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഹേ സാരനായ ഭാവാനൊന്നും മറന്നില്ലല്ലേ. ഇവിടെ കൃഷ്ണൻ തൻ്റെ അനുഭവങ്ങളെ ഓർത്ത് തൻ്റെ കൂട്ടുകാരനായ കുചേലനോട് ഈ സംഭവങ്ങളൊക്കെ അങ്ങേക്ക് ഓർമ്മയുണ്ടോ, അങ്ങ് ഇതൊന്നും മറന്നു പോയില്ലല്ലോ എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഈ കവിതാഭാഗം അവതരിപ്പിച്ചത്. സാന്ദീപനി ഗൃഹേ.
സാന്ദീപനിയുടെ ഗൃഹത്തിൽ പണ്ട് സാഹസാൽ കഴിഞ്ഞതും നാം. എന്താണ്? നമ്മുടെ കഴിവിനനുസരിച്ചുള്ള പ്രവർത്തികളെല്ലാം ചെയ്തു. ആരെ? ഗുരുവിനെയും ഗുരുപത്നിയെയും തങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്ത്. സാദരം, വാക്കിന്റെ അർത്ഥം ആദരവോടുകൂടി. വാക്കുകളുടെ അർത്ഥമൊക്കെ നോട്ട്ബുക്കിൽ കുറിച്ച് വെച്ചോളാം. ഞാൻ വായിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ടെസ്റ്റ് നോക്കി നിങ്ങൾ വായിക്കാൻ ശ്രമിക്കണം. സാദരം, വാക്കിന്റെ അർത്ഥം ആദരവോടുകൂടി. വേദശാസ്ത്രങ്ങൾ എങ്ങനെ വിഗ്രഹിക്കും? വേദവും ശാസ്ത്രവും. അഭ്യസിച്ചതും, അഭ്യസിക്കുക, പഠിക്കുക. അപ്പൊ എന്ത് ചെയ്തു? സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ വളരെ ആദരവോടുകൂടി അവർ എന്തൊക്കെ പഠിച്ചു? വേദവും ശാസ്ത്രവും. വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും. സാന്ദ്ര സൗഹൃദ സംബന്ധം. ആ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ചാണ് ഒരു സാന്ദ്ര സൗഹൃദം. സാന്ദ്ര സൗഹൃദം വളരെ ആഴത്തിലുള്ള സൗഹൃദം നമ്മിലുണ്ടായതും. നമ്മിൽ ആരിലൊക്കെ? കുചേലനിലും കൃഷ്ണനും, അല്ലെ? സാന്ദ്ര സൗഹൃദ സംബന്ധം, ഒരു ഗാഢമായ സൗഹൃദം നമ്മിലുണ്ടായതും. സഖേ, സഖേ കൂട്ടുകാര. സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഖേ, അല്ലയോ കൂട്ടുകാര, മിത്രമേ. സാരനായ ഭവാനൊന്നും. സാരൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ, ഭവാൻ എന്ന് പറഞ്ഞാൽ അങ്ങ്. മറന്നില്ലല്ലേ. മറന്നില്ലല്ലേ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അങ്ങ് ഇതെല്ലാം ഓർമ്മയുണ്ടല്ലോ, അങ്ങ് ഇതൊന്നും മറന്നു പോയില്ലല്ലോ. അപ്പോൾ സാന്ദീപനി ഗൃഹേ പണ്ട് സാഹസാൽ കഴിഞ്ഞതും നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഖേ, സാരനായ ഭവാനൊന്നും മറന്നില്ലല്ലേ. അപ്പോൾ 4 വരി വായിക്കാം. 4 വരിയുടെ അർത്ഥം അറിയാം, ആശയം നിങ്ങൾക്ക് ഉറപ്പായിട്ടും എഴുതാൻ പറ്റും. അപ്പൊ 4 വരി നിങ്ങൾക്ക് അറിയാം. ഇനി അടുത്തതാണ്. ഗുരുപത്നി നിയോഗേന കഥജന നാം എല്ലാരും ഒരുമിച്ചു വിറകില്ലാഞ്ഞിട്ട് പോയതും പെരുങ്കാട്ടിൽ പുക്കിന്ധനം ഓടിച്ചു കെട്ടിവച്ചതും അരുണനസ്തമിച്ചതും മറന്നില്ലല്ലേ. ഗുരുപത്നി നിയോഗേന. ഗുരുപത്നി, ഗുരുവിന്റെ പത്നി. ഗുരുപത്നി നിയോഗേന, നിയോഗം ആജ്ഞ, ഗുരുപത്നിയുടെ വാക്കുകൾ അനുസരിച്ച്. ഗുരുപത്നി നിയോഗേന കഥാചന, എഴുതി വെക്കണം, ഒരിക്കൽ. കഥാചന നാം എല്ലാവരും. നാം എല്ലാവരും എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? കൃഷ്ണനും കുചേലനും ബാക്കിയുള്ള ശിഷ്യന്മാരെല്ലാവരും കൂടി. കഥാചന നാം എല്ലാവരും, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച്. ഒരുമിച്ചത് നമ്മളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് എന്ത് ചെയ്തു? വിറകില്ലാഞ്ഞിട്ട് പോയതും. ഗുരുപത്നിക്ക് ആവശ്യത്തിനുള്ള വിറകില്ലാത്തത് കൊണ്ട് ആ വിറക് ശേഖരിക്കുന്നതിന് വേണ്ടി നമ്മൾ എവിടെ പോയി? പെരുങ്കാട്ടിൽ. പെരുങ്കാട് എന്നൊരു വലിയ കാടാണ്, ഭയങ്കരമായ, അതായത് വളരെ എന്താണ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ പെരുങ്കാട്ടിൽ. എന്താണ്? പെരുങ്കാട്ടിൽ പുക്കിന്ധനം. പൂകുക എന്ന് പറയാം, കാട്ടിനകത്ത് പ്രവേശിക്കുക. പൂകുക എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക. നമ്മുടെ കാട്ടിനകത്തേക്ക് പുക്ക് ഇന്ധനം. ഇന്ധനം എന്നാൽ വിറക്. നമ്മൾ കാട്ടിനകത്ത് പ്രവേശിച്ചു, കാട്ടിനകത്ത് പോയി എന്ത് ചെയ്തു? നമ്മളെല്ലാവരും കൂടെ എന്ത് ചെയ്തു? ഇന്ധനം. ഇന്ധനം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം വിറക് ഓടിച്ചു കെട്ടിവെച്ചു. ഞാൻ അർത്ഥം പറഞ്ഞു തരണ്ട. കുട്ടികളെല്ലാവരും കൂടി ചേർന്ന് എന്ത് ചെയ്തു? വിറക് ഓടിച്ച് എന്ത് ചെയ്തു? കെട്ടിവെച്ചു. ഇതാണ് എന്തിനു വേണ്ടിയിട്ടാണ് വിറക് ഓടിച്ച് കെട്ടിവെച്ചത്? എവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്? ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാൻ. വിറക് ഓടിച്ച് കെട്ടിവെച്ചതും. അരുണൻ അസ്തമിച്ചതും. അരുണൻ എന്താ പറയുക? ആകാശത്ത് നിൽക്കുന്ന ആളാണ് അരുണൻ, അല്ലേ? അരുണൻ, മാർത്താണ്ഡൻ, ദിനകരൻ, ദിവാകരനൊക്കെ ആരുടെ പര്യായമാണ്? സൂര്യൻ. അരുണൻ അസ്തമിച്ചു. ഞാൻ ആ വാക്കിന്റെ അർത്ഥം പറഞ്ഞു തരേണ്ട. പെട്ടെന്ന് ആര് അസ്തമിച്ചു? സൂര്യൻ അസ്തമിച്ചു. മറന്നില്ലല്ലേ? ഈ കാര്യങ്ങളൊക്കെ അങ്ങേക്ക് ഓർമ്മയുണ്ടോ? ആരാണ് ചോദിക്കുന്നത്? കൃഷ്ണൻ കുചേലനോട് ചോദിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ അങ്ങേക്ക് ഓർമ്മയുണ്ടോ? അത് അങ്ങിതൊന്നും മറന്നു പോയില്ലല്ലേ. അപ്പോൾ എന്താണ് അടുത്ത പറയുന്നത്? ഗുരുപത്നി നിയോഗേന കഥാചന നാം എല്ലാവരും ഒരുമിച്ച് വിറകില്ലാഞ്ഞിട്ട് പോയതും പെരുങ്കാട്ടിൽ പുക്കി ഇന്ധനം ഒടിച്ചു കെട്ടിവെച്ചതും അരുണൻ അസ്തമിച്ചതും മറന്നില്ലല്ലേ. അരുണൻ സൂര്യൻ അസ്തമിക്കുക എന്താണ്? മറഞ്ഞു പോകുക. ഈ കാര്യങ്ങളൊക്കെ ആർക്ക് ഓർമ്മയുണ്ടല്ലോ? അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. 4 വരി മനസ്സിലാവും, വായിക്കാൻ പറ്റും, വാക്കുകളുടെ അർത്ഥം അറിയാം. ആ 4 വരിയുടെ ആശയം നന്നായിട്ട് വായിച്ചതിന് ശേഷം സ്വന്തമായിട്ട് എഴുതണം. ഇനി അടുത്ത 4 വരിയാണ്. പൂരിരട്ടും ആകസ്മികമായൊരു മഹാമഴയും കൂടി വന്നു കൊടുങ്കാറ്റും കൂടിയിട്ടസ്മാകം മോഹമേറെ വളർത്തതും ഉഷപ്പോളം തകർത്തതും ഊഹിച്ചെടുത്തു നാം എല്ലാം ഒരുമിച്ചതും. പ്രതീക്ഷിക്കാതെ കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. എന്ത് ചെയ്തു? സൂര്യൻ അസ്തമിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ. നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും ഒരുപാട് വൃക്ഷങ്ങളുണ്ടെങ്കിൽ എന്താണ് പെട്ടെന്ന് മഴയൊക്കെ വരുമ്പോൾ ഇരുട്ടൊക്കെ എന്താണ് കാർമേഘങ്ങളൊക്കെ വ്യാപിക്കും, ഭയങ്കരമായ ഇരുട്ടാണ്. കൂരിരുട്ടും, അർത്ഥം പറഞ്ഞു തരേണ്ട, ഭയങ്കരമായ ഇരുട്ടും
ആകസ്മികം. ആകസ്മികം എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ പത്രങ്ങളെ കാണാറുണ്ട്. നേതാവിൻ്റെ ആകസ്മികമായ നിര്യാണത്തിൽ ഞാൻ ദുഃഖം രേഖപ്പെടുത്തുന്നു എന്ന്. ആകസ്മിക പ്രതീക്ഷിക്കണം. അപ്പോൾ കൂരിട്ട് ആകസ്മികം പ്രതീക്ഷിക്കാതെയുള്ള മഹാമഴയും. അപ്പം മഹാമഴ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മഹാമേള അതൊക്കെ കേട്ടിട്ടുണ്ട്. മഹാമേള അല്ലേ? മഹാമേള അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമുക്ക് എന്തെങ്കിലും കുറേ വാക്കുകൾ കണ്ടുപിടിച്ചെടുക്കും. എന്താണ് മഹാമഴ? മഹാമഴ ഭയങ്കരമായ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഭയങ്കരമായ മഹാമഴയും കൂടി വന്നു. കൂടാതെ ഭയങ്കരമായ ഇരുട്ട്, ഭയങ്കര മഴ. എന്താണ് അതിൻ്റെ കൂടെ ആര് വന്നു? കൊടുങ്കാറ്റും. കാട്ടിൽ ഭയങ്കരമായ കാറ്റ്. എന്താണ് അപ്പോൾ എന്തൊക്കെ സംഭവിച്ചു? പെട്ടെന്ന് ഇരുട്ട് വ്യാപിച്ചു, പിന്നെ ഭയങ്കരമായ മഴ വന്നു. ആ മഴയുടെ കൂടെ എന്തും? കൂരിരുട്ടും കൂടിയിട്ട് അസ്മാകം വാക്കിനർത്ഥം നാമം. മനസ്സിലായി? അപ്പോൾ ഇരുട്ട് വന്നു, അതിൻ്റെ കൂടെ എന്ത് സംഭവിച്ചു? ഭയങ്കരമായ മഴ വന്നു. ആ മഴയുടെ കൂടെ എന്ത് വന്നു? ഭയങ്കരമായ കൊടുങ്കാറ്റ്. കൂടിയിട്ട് അസ്മാകം എന്ത് ചെയ്തു? നമ്മുടെ മോഹമേറെ വളർത്തതും. അപ്പോൾ ഇനി ഒരിക്കലും എന്തായാലും ഇനി എത്രയൊക്കെ ആഗ്രഹിച്ചാലും എവിടേക്ക് മടങ്ങിപ്പോകാൻ കഴിയില്ല, ഒരിക്കലും ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയില്ല. അപ്പോൾ എന്താണ്? ഉഷപ്പോളം തകർത്തു. ഉഷസ് പ്രഭാതം. ഉഷപ്പോളം പ്രഭാതം വരെ. ഉഷപ്പോളം വാക്കിൻ്റെ അർത്ഥം പ്രഭാതം വരെ തകർത്തതും. എന്ത് തകർത്തു? എന്താണ് തകർത്തത്? ഭയങ്കരമായ മഴ അല്ലേ? നേരം വെളുക്കുന്നത് വരെ ഭയങ്കരമായ മഴ തുടർന്നുകൊണ്ടേ, ഭയങ്കരമായ കൂരിരുട്ടും കൂടാതെ എന്തുകൊണ്ട്? ഭയങ്കരമായ കൊടുങ്കാറ്റും. അപ്പോൾ ഒരു കാര്യം കുട്ടികൾക്ക് ബോധ്യമായി, ഇന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ രാത്രി ഇവിടെ കഴിച്ചു കൂട്ടിയേ പറ്റൂ, ഒരിക്കലും എവിടേക്ക് കടന്നു പോകാൻ കഴിയില്ല, ആശ്രമത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ല. അതുകൊണ്ട് എന്താണ്? എന്തും സഹിച്ച് എന്ത് ചെയ്യണം? ഈ രാത്രി എവിടെ കഴിച്ചു കൂട്ടുക? ഈ കാട്ടിനകത്ത് കഴിച്ചു കൂട്ടുക എന്ന് ആർക്ക് ബോധ്യമായി? കുട്ടികൾക്ക് ബോധ്യമായി. കൂടിയിട്ട് മോഹമേറെ വളർത്തത് ഉഷപ്പോളം തകർത്ത്. എന്ത് ചെയ്തു? ഊഹിച്ചെടുത്തു നാം എല്ലാം ഊഹിച്ചെടുക്കുക. അവിടെ ഭയങ്കര ഇരുട്ടാണ്, കണ്ണു കാണാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇപ്പോൾ ഉദാഹരണത്തിന് 15 പേരാണ് പോയെങ്കിൽ ഓരോരുത്തരും കൈ പിടിച്ചിട്ട് എണ്ണം 15 പേര്. അപ്പം നമ്മളെല്ലാവരും എന്താണ്? ഒരു കൂട്ടം ഊഹിച്ചെടുത്ത് കുട്ടികളെല്ലാവരും കൂടെ എന്ത് ചെയ്തു? ഒരുമിച്ച് കൂടിയതിന് ശേഷം ഇനി അവരടുത്ത് എന്താണ് ചെയ്തത് നോക്കോ? പാത്തിരിയാതെ പറന്നു ഭൂമിക്കാറ്റത്തെന്നുൾക്കാമ്പിൽ ഓർത്തൊരു തുരപ്പിനുള്ളിലൊളിച്ചന്യോന്യം കോർത്തു കൈകൾ പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം മാർത്താണ്ഡനും മുതിച്ചതും മറന്നില്ലല്ലേ. പ്രതീക്ഷിക്കാതെ എന്താണ്? അവരെല്ലാവരും കൂടെ എന്ത് ചെയ്തു? അവർക്ക് മനസ്സിലായി അവർക്ക് ഇനി ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, അവർക്കൊരിക്കലും ആശ്രമത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള സത്യം അവർ മനസ്സിലാക്കി. ഉൾക്കാമ്പ് മനസ്സ്. എന്താണ് അവരെന്ത് ചെയ്തു? ഊഹിച്ചടുത്ത് അല്ലേ? എന്താണ്? എല്ലാവരും കൂടെ എന്ത് ചെയ്തു? ഒരു ഊഹം വെച്ചുകൊണ്ട് ഒരുമിച്ച് കൂടി ഊഹിച്ചെടുത്ത് എല്ലാവരും കൂടെ എന്ത് ചെയ്തു? ഒരു തുരപ്പിനുള്ളിൽ. തുരപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കിൻ്റെ അർത്ഥം ഗുഹ. ഒളിച്ച് ആ ഗുഹയ്ക്കകത്ത് പോയി എല്ലാവരും ചെയ്തു അവിടെ ചെന്നിരിക്കുക. ഒരു ഊഹം വെച്ചുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി അവരെല്ലാവരും കൂടെ നടന്നെന്ത് ചെയ്തു? ഒരു തുരപ്പിനുള്ളിൽ. തുരപ്പ് ഗുഹ. ആ ഗുഹയിൽ ചെന്നിരുന്നു. ഇനി എന്ത് ചെയ്തു? ഗുഹയിൽ ചെന്നിരുന്നപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. പേടിയെന്ന് കോർത്ത് കൈകൾ പിടിച്ചു. എല്ലാവരും കൂടെ കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ടാണ് എവിടെ ഇരുന്നത്? ആ ഗുഹയ്ക്കകത്ത്. പിന്നെ പേടി തീരുന്നു. അവർക്ക് എപ്പോഴാണ് ആ പേടി മാറിയത്? മാർത്താണ്ഡൻ. അപ്പം മാർത്താണ്ഡൻ എന്ന് പറയുന്ന വാക്കിന് ഇവിടെ സൂര്യനാണ് അർത്ഥമെങ്കിൽ നമുക്കിവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? കുചേലൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് കൃഷ്ണൻ. അതുപോലെ തന്നെ രാമപുരത്ത് വാര്യരുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് ആര്? നമ്മുടെ മാർത്താണ്ഡവർമ്മ മഹാരാജ. അപ്പം മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ഒരു സൂചന കൂടി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പാഠഭാഗത്തേക്ക് കൊണ്ടുവരാം. മാർത്താണ്ഡനും ഉദിച്ചതും മറന്നില്ല. അപ്പോഴെന്ത് പെട്ടെന്ന് സൂര്യൻ ഉദിച്ചു. ഈ സൂര്യൻ ഉദിച്ച കാര്യങ്ങളും നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ എന്താണ് പിന്നെയുള്ള വഴി? പാർത്തിരിയാതെ പറന്നുപോം ഈ കാറ്റ് തെന്നുൾപ്പാവിൽ ഓർത്തൊരു തുരപ്പിനുള്ളിൽ ഒളിച്ചന്യോന്യം കോർത്തു കൈകൾ പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം മാർത്താണ്ഡനും ഉദിച്ചതും മറന്നില്ലല്ലേ. മാർത്താണ്ഡൻ ആരാണ്? സൂര്യൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ 2 പര്യായങ്ങളായ സൂര്യൻ ഈ പാഠത്തിൽ ഏതൊക്കെയാണ്? അരുണനും മാർത്താണ്ഡനും. ഇതെല്ലാം കുറിച്ച് വെച്ചോ. മാർത്താണ്ഡനും ഉദിച്ചത് മറന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ഇതൊന്നും മറന്നു പോയിട്ടില്ലല്ലോ എന്ന് കൃഷ്ണൻ ആരെ ഓർമ്മിപ്പിക്കുകയാണ്? കുചേലനെ ഓർമ്മിപ്പിക്കുക. അടുത്ത 4 വരികൾ നോക്കണം. താപസനന്ദിക്കു നമ്മെ കാണാഞ്ഞിട്ട് പത്നിയോട് കോപിച്ചതും പുലർക്കാലെ തിരഞ്ഞു കാണാൻ താപം പൂണ്ടു താനെ പുറപ്പെട്ട നേരം കുളിർന്നു നാം പേടിച്ചു വിറകും കൊണ്ടരികിൽ ചെന്നതും. താപസൻ അന്തിക്ക്. താപസൻ ആരാണ്? താപസൻ? സാന്ദീപനി മഹർഷി. അന്തിക്ക്. അന്തി സന്ധി അല്ലേ? താപസൻ അന്തിക്ക് നമ്മെ കാണാനിട്ട്. ആരാണ് നമ്മൾ?
ശിഷ്യന്മാരായിട്ടുള്ള എല്ലാ കുട്ടികളും ആരെയും കണ്ടില്ല. എല്ലാവരും എവിടെയാണ് ഈ സമയത്ത്? കാട്ടിൽ. താപസൻ അന്തിക്ക്, അന്തി എന്ന് പറഞ്ഞാൽ സന്ധ്യ, നമ്മെ കാണാനിട്ട്, നമ്മെ എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരായിട്ടുള്ള എല്ലാവരെയും കാണാനിട്ട് പത്നിയോട്, പത്നി ഭാര്യ, സാന്ദീപനി മഹർഷിയുടെ ഭാര്യയോട് പത്നിയോട് കോപിച്ചു. എന്തിനു നീ അവിടെ പറഞ്ഞു വെച്ചു ഈ സമയത്ത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു? ഗുരു ഭാര്യയോട് ദേഷ്യപ്പെട്ടു. കാരണം ഗുരുവിന് മക്കളെ പോലെയാണ് ആരും ശിഷ്യന്മാരെല്ലാവരും. എന്നിട്ട് എന്ത് ചെയ്തു? ഭയങ്കരമായ ദുഃഖത്തോടുകൂടി എന്ത് ചെയ്തു? ആ രാത്രി മുഴുവനും വല്ല വിധേനയും ആശ്രമത്തിൽ ആര് കഴിച്ചു കൂട്ടി? ഗുരു കഴിച്ചു. താപസൻ അന്തിക്ക് നമ്മെ കാണാനിട്ട് പത്നിയോട് കോപിച്ചു. പുലർകാലം തിരഞ്ഞു വന്നു. നേരം വെളുത്ത ഉടൻ തന്നെ എന്ത് ചെയ്തു? ആരെ അന്വേഷിച്ച്? ശിഷ്യന്മാരെ അന്വേഷിച്ച് ആര് കാട്ടിലേക്ക് പോയി? ഗുരു. അപ്പോൾ താപം കൊണ്ട് താനേ പുറപ്പെട്ട നേരം വിടുമ്പോൾ വളരെ ദുഃഖത്തോടുകൂടി, താപം ദുഃഖം, വളരെ ദുഃഖത്തോടു കൂടിയാണ് ഗുരു ആരെ അന്വേഷിച്ച് കാട്ടിലേക്ക് വരുന്നത്? ശിഷ്യന്മാർ. അപ്പോൾ വളരെ വിഷമത്തോടു കൂടിയാണ് ഗുരു ശിഷ്യന്മാരെ അന്വേഷിച്ച് കാട്ടിലേക്ക്. ഈ സമയത്ത് ഈ ഗുഹയ്ക്കകത്ത് തണുപ്പൊക്കെ കൊണ്ട് വിറച്ചുകൊണ്ടിരിക്കുകയാണ് ആര്? ഈ ശിഷ്യന്മാർ. കുളിർന്ന പേടിച്ച് വിറച്ചിങ്ങനെ ഇരിക്കുകയാണ്. കുളിർന്ന പേടിച്ച്, അതായത് ഗുരുവിന് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നറിയില്ല, ഇനി ഗുരു എന്താണ് പറയുന്നതെന്ന് അറിഞ്ഞൂടെ. ഭയങ്കരമായ പേടി കുട്ടികളെ കൊണ്ട് പേടിച്ച് വിറകും കൊണ്ട് ആരരികിൽ ചെന്നു? ഗുരുവിൻ്റെ സമീപത്തേക്ക് ഈ വിദ്യാർത്ഥി കുട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന് വിറകും കൊണ്ട് ആരുടെ സമീപത്തേക്ക് ചെന്നു? ഗുരുവിൻ്റെ സമീപത്തേക്ക് ചെന്നു. ചെമ്മേ വീണത് പേടിച്ച് വിറകും കൊണ്ട് അരികിൽ ചെന്നു. അടുത്തത് അപ്പോൾ പെട്ടെന്ന് അവരെന്ത് ചെയ്തു? ഗുരുവിനെ കണ്ടു. ഗുരുവിനെ കണ്ടുടനെ എന്ത് ചെയ്തു? ഈ വിറകും എടുത്തുകൊണ്ട് അവർ വേഗം ഒന്ന് താഴെ അട്ടേക്ക് ഗുരുവിൻ്റെ അട്ടേക്ക് ചെന്നതിന് ശേഷം എന്ത് ചെയ്തു? ഈ വിറകൊക്കെ ഗുരുവിൻ്റെ സമീപത്തേക്ക് വെച്ചു. അടുത്തത് ചെമ്മേ വീണു നമസ്കരിച്ചതും മഹാമുനി മോദാൽ നമ്മയെല്ലാം അനുഗ്രഹിച്ചതും തോന്നുന്നു. നന്മ നമുക്കതേയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാലാർക്കും. വിറവ് കൊണ്ട് പേടിച്ച് വരച്ചവരെന്ത് ചെയ്തു? ആരുടെ സമീപത്തേക്ക് ചെന്നു? ഗുരുവിൻ്റെ സമീപത്തേക്ക്. എന്നിട്ട് എന്ത് ചെയ്തു? പെട്ടെന്ന് എന്ത് ചെയ്തു? ചെമ്മേ വാക്കിനത് നല്ലതുപോലെയാണ് എന്ത് ചെയ്തു? കുട്ടികൾ പെട്ടെന്ന് ചെന്ന ഉടൻ തന്നെ ആരുടെ കാലത്തിലേക്ക് സാഷ്ടാംഗം വീണു? ഗുരുവിൻ്റെ കാലിൽ. കാലിലേക്ക് എല്ലാവരും എന്ത് ചെയ്തു? വീണ് നമസ്കരിച്ചു. അടുത്തത് ചെമ്മേ വീണ് നമസ്കരിച്ചതും മഹാമുനി, മഹാനായ മുനി, മഹത്തായ മുനി മോദാൽ, നോക്കിൻ്റെ അർത്ഥം സന്തോഷത്തോടു കൂടി നമ്മളെ എല്ലാവരും എന്ത് ചെയ്തു? പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അനുഗ്രഹിച്ചതും തോന്നുന്നു. തോന്നുന്നു എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം ഓർക്കുന്നുണ്ടോ? നിനക്കതൊന്നും നീ മറന്നു പോയിട്ടില്ലല്ലോ, നിനക്ക് ആ സംഭവങ്ങളൊക്കെ നന്നായിട്ട് ഓർമ്മയില്ലേ? അപ്പോൾ എന്താണ് തോന്നുന്നു എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഓർക്കുന്നുണ്ടല്ലോ, നിനക്കതെല്ലാം ഓർക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞു, നന്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മാതാപിതാ ഗുരു ദൈവം. നമ്മൾ അച്ഛനെയും അമ്മയെയും ഗുരുവിനെയും എന്താണ്? ദൈവത്തിന് തുല്യം എന്താണ്? സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്താൽ ഉറപ്പായിട്ട് ജീവിതത്തിൽ നമുക്ക് എന്ത് മാത്രമേ ഉണ്ടാവും? നന്മ മാത്രമേ ഉണ്ടാവും. ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയും അല്ലേ? വളരെ നല്ലൊരു ഉപദേശമാണ് രാമപുരത്ത് വാര്യർ നിങ്ങൾക്ക് തരുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? നിങ്ങളുടെ അച്ഛനെയും അമ്മയ്ക്കും അതുപോലെ തന്നെ അധ്യാപകരുടെ അടുത്തൊക്കെ വളരെ വിനയവും അതുപോലെ നല്ല അച്ചടക്കമുള്ള കുട്ടികളാണ്. ഇങ്ങനെ ആയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ എന്ത് ചെയ്യും? ഉയർച്ച മാത്രമേ ഉണ്ടാവൂ എന്ന് ചൂണ്ടിക്കാണിക്കുന്ന വരികളാണിത്. നന്മ നമുക്കതേ ഉള്ളൂ. അതാണ് എന്താണ്? ഗുരു കടാക്ഷം കൂടാതെ, ഗുരുവിൻ്റെ കടാക്ഷം, ഗുരുവിൻ്റെ എന്താണ്? അനുഗ്രഹം കൂടാതെ. ഇപ്പോൾ ഗുരു കടാക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഗുരുവിൻ്റെ എന്താണ്? ഗുരുവിൻ്റെ അനുഗ്രഹം കൂടാതെ, ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നതാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ലക്ഷ്യത്തിലേക്ക് തന്നെ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവണം? അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടാവണം, അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണം, അതുപോലെ തന്നെ ഗുരുവിൻ്റെ അനുഗ്രഹം വളരെ അത്യാവശ്യമാണ്. ജന്മസാഫല്യം വരുമോ ജനിച്ചാലാക്കും. ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ഓരോ കുട്ടിക്കും ജീവിതത്തിൽ ജന്മസാഫല്യം ഉണ്ടാവണമെങ്കിൽ ആരുടെ അനുഗ്രഹം ഉണ്ടാവണം? അധ്യാപകരുടെ അനുഗ്രഹം, ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവണം അല്ലേ? ഇതാണ് ഏത്? നന്മ എന്ന് പറയുന്നത് നമുക്ക് എന്ത് മാത്രമാണ്? ഗുരുവിൻ്റെ കടാക്ഷം മാത്രമാണ്, ഗുരുവിൻ്റെ അനുഗ്രഹം മാത്രമാണ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? വിജയിക്കാൻ കഴിയില്ല, ഉയർച്ച നേടാൻ കഴിയില്ല എന്ന ഒരു മനോഹരമായ സന്ദേശം ഈ വരികളിലൂടെ രാമപുരത്ത് വാര്യർ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നോക്കണം. ചെമ്മേ വീണ് നമസ്കരിച്ചതും മഹാമുനി മോദാൽ നമ്മയെല്ലാം അനുഗ്രഹിച്ചതും തോന്നുന്നു. നന്മ നമുക്കതേ ഉള്ളൂ ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാലും. ഒരിക്കലും ഗുരുവിൻ്റെ കടാക്ഷം കൂടാതെ നമുക്ക് ജീവിതത്തിൽ എന്തുണ്ടാവില്ല? നമുക്ക് ഒരിക്കലും ജന്മസാഫല്യം ഉണ്ടാവില്ല അല്ലേ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കഥാഭാഗം രാമപുരത്ത് വാര്യർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. നിങ്ങൾ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എടുത്തിട്ട് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല വേഗം മനസ്സിലാവുന്നത് വളരെ ലളിതമായ ഭാഷയിലാണ് രാമപുരത്ത് വാര്യർ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഈ
പാഠഭാഗം പഠിച്ചു. വാക്കുകളുടെ അർത്ഥവും നമുക്ക് ഏകദേശം എല്ലാം മനസ്സിലായി. കഥയുടെ ഏകദേശം ഈ കവിതാഭാഗം വായിച്ച് നമുക്ക് ഏകദേശം ആശയം ഉണ്ടാകും. ഇനി നിങ്ങൾ ഈ പദ്യഭാഗം വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് സമഭാവന എന്ന് പറഞ്ഞാൽ ഇവിടെ ഗുരുവിന് ഗുരുവിന് ഒരു ശിഷ്യന്മാരോട് ഒരു പ്രത്യേക അടുപ്പം, എല്ലാവരും ഒരുപോലെയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ തമ്മിൽ അറിവ് നേടുന്ന കാര്യത്തിലായാലും അവർ ജോലികൾ ചെയ്യുന്ന കാര്യത്തിലായാലും ഒരിക്കലും അവർക്ക് മത്സരബുദ്ധിയില്ല അല്ലേ. വിദ്യാർത്ഥികളെല്ലാവരും തമ്മിൽ തന്നെ ഒരു സമഭാവന അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയായിട്ട് നമ്മളിതിനെ തട്ടിച്ചു നോക്കാമോ? ഗുരുകുല വിദ്യാഭ്യാസ രീതിയും ഇന്നുള്ള വിദ്യാഭ്യാസ രീതിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇന്നുള്ള വിദ്യാഭ്യാസ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ മത്സരവും അതുപോലെ മത്സരബുദ്ധിയും അതുപോലെ തന്നെ എല്ലാം കൂടിക്കലർന്നു അല്ലേ. നമുക്ക് ജയിക്കണം, മറ്റുള്ളവർ എങ്ങനെയായാലും പരാജയപ്പെടുമ്പോൾ നമുക്ക് മുന്നേറണം എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയൊക്കെ ഉള്ളൊരു വിദ്യാഭ്യാസ രീതിയാണ് നമുക്ക് ഇന്നുള്ളത് അല്ലേ. നമുക്ക് ഒരിക്കലും ഒരു സമഭാവനയൊന്നും നമുക്ക് ഇന്നത്തെ വിദ്യാഭ്യാസ രീതി കാണാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയുമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ ഗുരുകുല വിദ്യാഭ്യാസത്തിനുണ്ടായ മേന്മ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മുടെ സമഭാവന. ഒരു ക്വസ്റ്റ്യൻ താഴെ നമുക്ക് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. അപ്പോൾ ഈ സമഭാവന, അതായത് രാമപുരത്തുകാരുടെ സാന്ദ്ര സൗഹൃദം എന്ന പാഠഭാഗത്തിലൂടെ സമഭാവനയെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് എഴുതി ഫലിപ്പിക്കാൻ പറ്റും അല്ലേ. അന്ന് എന്താണ്, എല്ലാവരും തമ്മിൽ അവരെല്ലാവരും ഒരു ഒറ്റക്കെട്ടാണ് അല്ലേ. അവർ തമ്മിൽ ഒരിക്കലും എന്തുണ്ടാവാറില്ല, അവർ ഒരിക്കലും എന്താണ് അധ്വാനവും അതുപോലെ തന്നെ അറിവും എല്ലാവരും എന്താണ് സുഖവും ദുഃഖവും ഒക്കെ അവരെന്താണ് ഒരുമിച്ച് പങ്കിട്ട് അനുഭവിക്കാൻ വേണ്ടി വളരെ പ്രാപ്തരായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസ രീതിയിലൂടെ ആർജിച്ചത് കുട്ടി അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഈ കവിതാഭാഗത്തിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് സമഭാവന. അപ്പോൾ ഇതിലെ വരികൾ നിങ്ങൾ നല്ല രീതിയിൽ വായിച്ചു വെക്കണം. ഞാൻ അതിൻ്റെ ട്യൂണിങ് ചൊല്ലേണ്ട രീതി ഞാൻ പറഞ്ഞു തന്നു. വാക്കുകളുടെ അർത്ഥവും നിങ്ങൾ എഴുതിയെടുക്കണം. ഇനി അടുത്തത് പറയുന്നത് കാവ്യഭാവം. ഈ കാവ്യഭാഗം ഉചിതമായിട്ടുള്ള താളത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ഇനി അടുത്തത് സതീർത്ഥ്യനെ കണ്ടപ്പോൾ. സതീർത്ഥ്യം എന്ന വാക്കിൻ്റെ അടുത്ത് നമുക്ക് കൂട്ടുകാരനെ കണ്ടപ്പോൾ കൃഷ്ണനുണ്ടായ ഓർമ്മകളല്ല. എന്തൊക്കെ ഓർമ്മകളാണ് കൃഷ്ണൻ ആരുമായിട്ട് പങ്കുവെച്ചത്? കുചേലനായിട്ട്. അപ്പോൾ എന്തൊക്കെ ഓർമ്മകളാണ് നിങ്ങൾക്കറിയാം. എന്തൊക്കെ ഓർമ്മകളാണ്? താപസൻ്റെ ഭാര്യ മുനിപത്നി പറഞ്ഞതിന് ശേഷം കാട്ടിൽ പോയി വിറക് ഒളിച്ചു വെച്ചു. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് അല്ലേ. ആ കാര്യങ്ങളൊക്കെ ആർക്ക് ഓർമ്മയുണ്ടോ? കൃഷ്ണൻ ചോദിക്കുകയാണ്, കുചേലന് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ ശേഷം അവരെന്ത് ചെയ്തു? അവിടെ മഴ പെയ്തതിന് ശേഷം കൊടുങ്കാറ്റും കുതിരിട്ടും വന്നപ്പോൾ അവിടെ എന്തൊക്കെയാണ് അവർ ചെയ്തത്? അതിന് ഇവർ പേടിച്ച് വരച്ച് എവിടെ ഇരുന്ന് ഗുഹയ്ക്കകത്ത് നിന്ന സമയത്ത് ആര് വന്നു? ഗുരു വന്ന സമയത്ത് അവർ എന്താണ് ചെയ്തത് അല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി അതുപോലെ തന്നെ പഴയകാല കാവ്യഭാഷയുടെ എന്തെല്ലാം പ്രത്യേകതകളാണ് പാഠഭാഗത്തുള്ളത് അല്ലേ. പഴയകാല കാവ്യഭാഷയുടെ അതിനകത്തറിയാം ചെമ്മെ, പഴയ പ്രയോഗമാണ് ചെമ്മെ. മറന്നില്ലല്ലി വരച്ചിട്ടുള്ള ഒന്ന് ചെമ്മെ, രണ്ടാമത്തത് മറന്നില്ലല്ലി. ഇനി അടുത്തത് കുളിർന്നു, പുക്ക്, പാർത്തിരിയാതെ, ഉഷപ്പോളം, തുരപ്പ്. അപ്പോൾ ഇതുപോലുള്ള വാക്കുകൾ എന്താണ് ആരുടെ രാമപുരത്ത് വായനയുടെ പാഠഭാഗത്തിൽ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന ചില പ്രത്യേകമായിട്ടുള്ളതാണ് അല്ലെ. പ്രത്യേകമായിട്ടുള്ള പഴയകാല കാവ്യഭാഷയുടെ സവിശേഷതകളായിട്ട് പറയാൻ കഴിയുന്നതാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. എന്തൊക്കെയാണ്? ചെമ്മെ വരച്ചിട്ടോളം, മറന്നില്ലല്ലി, കുളിർന്നു, പിന്നുള്ളത് പുക്ക്, പാർത്തിരിയാതെ, ഉഷപ്പോളം, തുരപ്പ്. ഇത് ഇന്ന് പ്രചാരത്തിലില്ലാത്തതും രാമപുരത്ത് വാര്യർ തൻ്റെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ സ്വീകരിച്ചിരുന്നത് അല്ലേ. ഇത് ശരിക്കും ഇതിൻ്റെ ഏതിൻ്റെ സവിശേഷതയായിട്ട് നമുക്ക് പറയാം? ഈ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ സവിശേഷതയായിട്ട് പറയാം. ഇനി അടുത്തത് സമാന താളമുള്ള വരികൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം? ഞാൻ ഈ ചൊല്ലി അതേ ഈണത്തിൽ വായിച്ചിട്ട് ഏതൊക്കെയാണ് സമാന താളത്തിലുള്ളതെന്ന് കണ്ടെത്താൻ. ഇനി സമഭാവന വളർത്തുന്നവയായിരുന്നു പ്രാചീന ഗുരുകുലം അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു സമഭാവന എന്നത് എന്താണെന്നറിയാം. അപ്പോൾ സമഭാവന വളർത്തുന്നതിന് ഉതകുന്നവയായിരുന്നു ഏത് വിദ്യാഭ്യാസ രീതി? ഗുരുകുല വിദ്യാഭ്യാസ രീതി. സാന്ദ്ര സൗഹൃദം എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി നിങ്ങൾ ഈ പ്രസ്താവനയെ എന്ത് ചെയ്യണം? ഒരു വിജയത്തിൽ കൊണ്ടുവരണം അല്ലേ. അപ്പോൾ ഗുരുകുല വിദ്യാഭ്യാസ രീതിക്ക് സമഭാവന വളർത്താൻ കഴിഞ്ഞിരുന്നു എന്നതൊരു ഉദാഹരണമാണ്. ഏത് പാഠഭാഗം? നിങ്ങളുടെ നന്നായിട്ട് ഭാഗം വായിച്ചതിന് ശേഷം സമഭാവന വളർത്തുന്നതിന് ഉതകുന്നതാണോ സാന്ദ്ര സൗഹൃദം എന്ന പാഠഭാഗം കണ്ടെത്തി നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു വിലയിരുത്തൽക്കുറിപ്പ് തയ്യാറാക്കണം. ഇനി അടുത്ത പറയുന്നത് ശിഷ്യരുടെ പ്രതിസന്ധികളിൽ തപിക്കുന്ന ഗുരു, പ്രതിസന്ധികളെ കൈകോർത്ത് നേരിടുന്ന ശിഷ്യൻ. സാന്ദ്ര സൗഹൃദം എന്ന കവിതയിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചിത്രങ്ങളാണല്ലോ നിങ്ങളുടെ വിദ്യാലയത്തിലെ സൗഹൃദാന്തരീക്ഷത്തെക്കുറിച്ച് ഒരു അനുഭവം കിട്ടുക അല്ലേ. ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് അനുഭവം. ഇത് ആരുടെ അനുഭവമാണ് നമ്മളുമായിട്ട് പങ്കുവച്ചിട്ട്?
ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിൽ കൃഷ്ണൻ്റെയും കുചേലൻ്റെയും വിദ്യാഭ്യാസ കാലഘട്ടത്തിലുള്ള ഒരു അനുഭവം ഇവിടെ പങ്കുവച്ചു. അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകും അല്ലേ. അപ്പോൾ ഇതുപോലുള്ള അനുഭവത്തെ നമ്മൾ എന്ത് ചെയ്യണം? ആ അനുഭവത്തെ നമുക്ക് ഒരു അനുഭവക്കുറിപ്പായതിനു ശേഷം അനുഭവക്കുറിപ്പായിട്ട് എഴുതും അല്ലേ. ഈ അനുഭവക്കുറിപ്പ് നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഒരുപാട് അനുഭവമുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൃഷ്ണൻ കുചേലൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഓർത്ത് പഴയകാല സംഭവങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഓർത്ത് അവതരിപ്പിച്ചതുപോലെ നിങ്ങളുടെ വിദ്യാലയ അന്തരീക്ഷത്തെക്കുറിച്ചും അവിടെ ഉണ്ടായ മനോഹരമായ ഒരു സൗഹൃദ ബന്ധത്തെക്കുറിച്ചും നിങ്ങൾ എന്ത് തയ്യാറാക്കണം? ഈ അനുഭവക്കുറിപ്പ് തയ്യാറാക്കണം. ഇനി ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പദ്യഭാഗം നന്നായിട്ട് വായിച്ചു അല്ലേ. ഇപ്പോൾ 2-3 ആവർത്തി വായിച്ചു നോക്കുക. ഈണത്തിലും ചൊല്ലി നോക്കണം, അല്ലാതെ നിങ്ങൾ നന്നായിട്ട് വായിച്ചാൽ വാക്കുകളുടെ അർത്ഥമൊക്കെ എഴുതിയെടുത്തതിന് ശേഷം ഈ പദ്യഭാഗത്തിൻ്റെ ഒരു ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും, ഉറപ്പാണ് അല്ലെ. നിങ്ങൾക്ക് അതിനൊരു പ്രയാസമുള്ള യാതൊരു കാര്യവും വളരെ എളുപ്പമുള്ളൊരു കവിതാഭാഗമാണ്. അപ്പോൾ നല്ല രീതിയിൽ എന്താണ് ഈ കവിതാഭാഗം ചൊല്ലുക, ഈണത്തിൽ ചൊല്ലി നോക്കുക. അതുപോലെ തന്നെ 2-3 ആവർത്തി ഈ കവിതാഭാഗം വായിച്ച് നോക്കിയതിന് ശേഷം ഈ കവിതാഭാഗത്തിൻ്റെ ഒരു ആശയം, ഒരു ആസ്വാദന കുറിപ്പ് പോലെ അല്ലെങ്കിൽ ഒരു ആശയം പോലെ എഴുതി കഴിഞ്ഞതിന് ശേഷം താഴെ കാണുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ ശ്രമിക്കും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ പാഠഭാഗം നന്നായിട്ട് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറിച്ച് വയ്ക്കുക. നമുക്ക് ആ സംശയങ്ങൾക്ക് വരുത്താനുള്ള സാഹചര്യമുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്തൊരു പാഠഭാഗത്തോട് ബന്ധപ്പെട്ട് നമുക്ക് വീണ്ടും കാണാം.